ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ റൗണ്ട് ഓഫ് 16 പ്രിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ചെറിയൊരു പ്രഡിക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു തിരിഞ്ഞുനോട്ടം നടത്താം. അപ്പോൾ ആദ്യം തന്നെ ജർമ്മൻ ക്ലബ്ബുകളുടെ പോരാട്ടം, ബയൺ മ്യൂണിക്ക് വേഴ്സസ് ബയർ ലെവർകുസൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഷാബി അലോൺസോയുടെ ടീം കമ്പനിയുടെ ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്താൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഷാബി അലോൺസോയുടെ ടീം കറുത്ത കുതിരകളാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓലക്കയുടെ മൂടാണായത്. കമ്പനിയുടെ ബയൺ മ്യൂണിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഹോം ആൻഡ് അവേ ഷാബി അലോൺസോയുടെ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ ജയൻറ്റുകളാണ് ബയൺ മ്യൂണിക്ക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ കംഫർട്ടബിളായിട്ട് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ പ്രഡിക്ഷൻ പണ്ടറങ്ങി. പിന്നെ മാഡ്രിഡ് ഡാബിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്താനുള്ള ഒരു അവസരമാണിത്. അതിനുള്ള സാധ്യതയുണ്ട്, അത് നടക്കുമെന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? റയൽ മാഡ്രിഡ് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വളരെ ക്ലോസ് കോളായിരുന്നു. കാരണം വെച്ചാൽ പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ എത്തി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രഡിക്ഷൻ തെറ്റിപ്പോയി. യൂറോപ്യൻ രാജാക്കന്മാർ ചരിത്രം ആവർത്തിക്കുന്നു. അവർ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്, ഡിയോഗോ സിമിയോണിൻ്റെ ടീമിൻ്റെ ഹൃദയം തകർത്തുകൊണ്ട്. പിന്നെ മറ്റൊരു പ്രഡിക്ഷൻ ആർസണൽ വേഴ്സസ് PSV മത്സരമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർസണൽ നല്ല രീതിയിൽ ഗോള് കഴിക്കാൻ ഇടകനായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് വളരെ ക്ലോസ് ആയിട്ടുള്ള മത്സരമായിരിക്കും. പക്ഷേ ഒബ്വിയസ്ലി ആർസണലാണ് ഫേവറേറ്റ്സ്. പക്ഷേ എന്താണ്, ഇനിയിപ്പോൾ PSV ഏതെങ്കിലും തരത്തിലുള്ളൊരു സർപ്രൈസ് റിസൾട്ട് നേടിയെടുത്തു കഴിഞ്ഞാലും സർപ്രൈസ്ഡ് ആകണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഗോളടിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന ആർസണൽ ചാമ്പ്യൻസ് ലീഗിൽ PSVക്കെതിരെ 2 ലെഗിലായിട്ട് 9 ഗോളുകളെ അടിച്ചുള്ളൂ. തുച്ഛമായ 9 ഗോളുകൾ. അതിൽ തന്നെ എവേ മത്സരത്തിൽ 7 ഗോൾ അടിക്കുന്നു. സെക്കൻഡ് ലെഗിൽ എമിറേറ്റ്സിൽ 2-2 എന്നുള്ള സ്കോറിലാണ് മത്സരം അവസാനിച്ചത്. പക്ഷേ ഡാമേജ് ഫസ്റ്റ് ലീഗിൽ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് പരിപാടികളൊക്കെയാണ് അടിച്ചു കൂട്ടിയിരുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ആർസണൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈറ്റ് ആകും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. എന്ത് ടൈറ്റ്! അങ്ങനെ പിന്നെ നമ്മൾ ബാഴ്സലോണ ബെൻഫീക്ക മത്സരത്തെക്കുറിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടൊരു മത്സരമായിരിക്കും. ബാഴ്സലോണ തന്നെയാണ് ഫേവറേറ്റ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്താണ്, മത്സരം ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു, പിന്നെ ഇവൻറ്റ്ഫുൾ ആയിരുന്നു. ബാഴ്സലോണ തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെന്താ, ബൊറൂഷ്യ ഡോട്ട്മുണ്ട് വേഴ്സസ് ലിൽ മത്സരം. അതിൽ ഡോട്ട്മുണ്ടിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോട്ട്മുണ്ട് തന്നെ കടന്നുകൂടിയിരിക്കുകയാണ്. സന്തോഷം. പിന്നെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ എളുപ്പമുള്ള 2 മത്സരങ്ങളാണ്. അതായത് ആസ്റ്റൺ വില്ല വേഴ്സസ് ക്ലബ് ബ്രൂഗ്. അത് വില്ല തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും പറയാൻ പറ്റുന്ന സംഭവം തന്നെയായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ആസ്റ്റൺ വില്ല കംഫർട്ടബിളായിട്ട് വിജയിച്ച് കയറിയിരിക്കുകയാണ്. പിന്നെ ഇന്റർ മിലാൻ വേഴ്സസ് ഫൈനോർഡും ഈസിയാണ് പ്രഡിക്ഷൻ. ഇന്റർ മിലാൻ കടന്നുകൂടുന്നുള്ളത്. ഇതിലൊന്നും മിറാക്കിളുകളൊന്നും സംഭവിച്ചില്ല. ഫുട്ബോളിൽ മിറാക്കിളുകളും സംഭവിക്കും നമുക്കറിയുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് നമുക്കറിയുന്നതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടിയും ആ 2 ഫിക്സറുകളും സംഭവിച്ചില്ല. പിന്നെ PSG വേഴ്സസ് ലിവർപൂൾ. അത് PSG ഇടങ്ങേറാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSG മൊത്തത്തിൽ മനോഹരമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആ വൃത്തത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ അവർ അഗെയിൻ ഒരു ക്ലോസ് കോളായിരുന്നു, പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ്. പക്ഷേ സ്റ്റിൽ അവർ എന്താ പറയുക, വളരെ ഡിസേർവിംഗ് ആയിട്ട് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ക്വാർട്ടർ ഫൈനലിൽ ആ സമയമാകുമ്പോൾ നമുക്ക് ക്വാർട്ടർ ഫൈനലിൻ്റെ ചെറിയ തോതിലുള്ള ഒരു പ്രിവ്യൂവും പ്രഡിക്ഷനും നടത്താം. ഒബ്വിയസ്ലി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു. അത് ചിലത് ശരിയാവും, ചിലത് തെറ്റാവും. അതാണല്ലോ ഫുട്ബോളിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മാഡ്രിഡ് ഡാബിയെക്കുറിച്ച് സംസാരിക്കാം. വിവാദങ്ങൾ നിറഞ്ഞ മാഡ്രിഡ് ഡാബി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തേണ്ട സിനാരിയോ ഉണ്ടായി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എന്താണ് സംഭവിച്ചത്? സാധാരണ സംഭവിക്കുന്ന കാര്യം തന്നെ. അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡുമായിട്ട് പരാജയപ്പെടുന്നു. ഈ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമമായി. ഉള്ളതുപോലെ പറയണമല്ലോ. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തണം, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കണം എന്നുള്ള തരത്തിലൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടമാണ് സിമിയോണിൻ്റെ ടീമിനെ, അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ. മാത്രമല്ല സിമിയോണി അവിടെ ചെയ്തിട്ടുള്ളൊരു പണി അസാധ്യ പണിയാണ്. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നുള്ളത് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്താണ്, ഈ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അങ്ങനെയുള്ള ഗലാക്റ്റിക്കോസും ബാഴ്സലോണയുടെ ഗോൾഡൻ ജനറേഷനൊക്കെ അടക്കി വാണുകൊണ്ടിരുന്ന ലാലീഗയിൽ 2 ടൈറ്റിലുകൾ കരസ്ഥമാക്കാനൊക്കെ ഡിയേഗോ സിമിയോണിൻ്റെ ടീമിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കിരീടവും അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന്. മാത്രമല്ല അത്ലറ്റിക്കോ മാഡ്രിഡിന് കാര്യമായിട്ടുള്ളൊരു റെലവൻസ് ഈ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടാക്കി കൊടുത്തുള്ള ഒരാളാണ് ഡിയേഗോ സിമിയോണി എന്ന് പറയുന്ന അർജൻറ്റീനക്കാരെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ
എന്താണ് ഈ ചാമ്പ്യൻസ് ലീഗിൽ ഇമ്മാതിരി ഹാർട്ട് ബ്രേക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2014 റയൽ മാഡ്രിഡുമായിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ലിസ്ബണിൽ പോർച്ചുഗലിൽ എന്താണ് സംഭവിച്ചത്? ആ വക്കത്തെത്തിയിട്ടുണ്ടായിരുന്നു. വക്കത്ത് ട്രോഫിയിൽ ഒരു പിടി കിട്ടിയതാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെ സെർജിയോ റാമോസ് ഹൃദയം തകർക്കുന്ന തരത്തിൽ ആ ഈക്വലൈസർ ഇഞ്ചുറി ടൈമിൽ അടിക്കുന്നു. പിന്നീട് എക്സ്ട്രാ ടൈമിൽ അവർ അടിയറവ് പറയുന്നു. അവിടെ 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എത്തി. വീണ്ടും മാഡ്രിഡ് ഡാബിയാണ്, ബദ്ധവരികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ആ മത്സരത്തിൽ ആന്ത്വാൻ ഗ്രീസ്മൻ പെനാൽറ്റിയൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു 90 മിനിറ്റ്സ് തന്നെ. പക്ഷേ കറാസ്കോ ഈക്വലൈസറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മത്സരം 90 മിനിറ്റും കഴിയുന്നു, എക്സ്ട്രാ ടൈമും കഴിയുന്നു. അങ്ങനെ പെനാൽറ്റി ഷൂട്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? യുവാൻ ഫ്രാൻ എന്ന് പറയുന്ന ആ ചങ്ങായി, മുൻ റയൽ മാഡ്രിഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ്, അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഗോളാകുന്നില്ല. അങ്ങനെ റയൽ മാഡ്രിഡ് വിജയിച്ചു കയറുന്നു. അഗെയിൻ ഹാർട്ട് ബ്രേക്ക്. പിന്നീട് ഇതേപോലെ തന്നെ ഈ ഫൈനലുകളല്ലാതെ തന്നെ സെമി ഫൈനൽ, റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, എല്ലാ സ്റ്റേജിലും റയൽ മാഡ്രിഡ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 2014-15 സീസണിൽ വളരെ ക്ലോസ്ലി കോൺടെസ്റ്റഡ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. 2 ലെഗിലായിട്ട് ആകെ ഒറ്റ ഗോളേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാന്റിയാഗോ ബെർണബേയിൽ ചിച്ചാരിറ്റോയുടെ ഗോള്. ആ ഗോളിൽ റയൽ മാഡ്രിഡ് വിജയിച്ചു ചേർന്നു. ആർദ തുറാന് അന്ന് റെഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 16-17 സെമി ഫൈനൽ എന്താണ് സംഭവിച്ചത്? അത് പിന്നെ കുറച്ചുകൂടെ സ്ട്രേറ്റ് ഫോർവേഡായിരുന്നു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹാട്രിക്കൊക്കെ പിറന്നിട്ടുണ്ടായിരുന്നു. അതിൽ 4-2 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറാണ് അവിടെ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയത്. പിന്നെ ഇപ്പോൾ ഇന്നലത്തെ പരിപാടിയും 2-2 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിൽ മത്സരം അവസാനിക്കുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ രീതികളിലാണ് ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡിനെതിരെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ഹാർട്ട് ബ്രേക്കുകളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പല ഫ്ലേവറുകളിലുള്ള ഹാർട്ട് ബ്രേക്കാണ്. അത് അത്ര എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിരിക്കില്ല. പ്രത്യേകിച്ച് ബദ്ധവരികൾക്കെതിരെ ഇതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും. അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് എക്സ്റ്റസി കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും. കാരണം ബദ്ധവരികൾക്കെതിരെയുള്ള വിജയങ്ങൾ എപ്പോഴും ആഘോഷിക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയായിരിക്കും. മത്സരത്തിന് ശേഷമുള്ള റയൽ മാഡ്രിഡ് പ്ലെയേഴ്സിൻ്റെ സെലിബ്രേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഈ ബോട്ടിലും കാര്യങ്ങളൊക്കെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ എറിയുന്നുണ്ടായിരുന്നു. അതൊന്നും നല്ല കാര്യമൊന്നുമല്ല, അത് വേറെ കാര്യം. പക്ഷേ അത് എറിഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എറിയുമ്പോൾ ബെല്ലിംഗാമൊക്കെ അത് ഹെഡ് ചെയ്ത് കളയാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലുള്ള മെൻറ്റാലിറ്റിയൊക്കെയാണ് ജൂഡും പിള്ളേരൊക്കെ പോസസ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല ജൂഡ് അക്ഷരാർത്ഥത്തിൽ ഒരു ലീഡറിനെ പോലെ പെരുമാറിയിട്ടുള്ളൊരു മത്സരമാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. 120 മിനിറ്റും ചങ്ങായി ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ 120 മിനിറ്റിൽ തുടക്കത്തിലൊന്നും അത്ര നല്ല രീതിയിലല്ല അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോപ്പി ആയിരുന്നു. പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു. ആ പ്രസ് റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആന്ത്വാൻ ഗ്രീസ്മനും അദ്ദേഹത്തെ കബളിപ്പിക്കുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈവൻ കോണഗാലഗറൊക്കെ അദ്ദേഹത്തിൻ്റെ ബോൾ വിൻ ചെയ്യുന്ന സിനാരിയോകളുണ്ടായിരുന്നു. അത്തരത്തിൽ ജൂഡിനെ സംബന്ധിച്ചോളം ആ ഫസ്റ്റ് 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പക്ഷേ ഗ്രാജുവലി അദ്ദേഹം ഗെയിമിൽ ഗ്രോ ചെയ്ത് വരുന്നു. ഗെയിമിൽ ഗ്രോ ചെയ്ത് വന്നു എന്ന് മാത്രമല്ല എക്സ്ട്രാ ടൈമിലേക്കൊക്കെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി ലെവൽസ് കൂടുകയാണ്. മാത്രമല്ല എന്തുകൊണ്ടാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരത്തിൽ വിനി ജൂനിയർ പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ഈക്വലൈസ് നേടാനുള്ളൊരു അവസരമായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. ആ 90 മിനിറ്റിൽ തന്നെ കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലൊരു അവസരമായിരുന്നു വിനി ജൂനിയർ മുന്നിൽ വന്നിരുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ബലൂൺ ചെയ്ത് കളഞ്ഞു. അത് സാന്റിയാഗോ ബെർണബേയിലേക്കാണ് അദ്ദേഹം മെട്രോപൊളിറ്റാനിൽ നിന്ന് അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു മോശം പെനാൽറ്റി ആയിരുന്നു. വിനിയെ സംബന്ധിച്ചോളം ഒരു മോശം ഗെയിമായിരുന്നു. അപ്പോൾ വിനിയൊക്കെ പൊസിഷനൊക്കെ നഷ്ടപ്പെടുത്തുമ്പോൾ ഈ ജൂഡ് ബെല്ലിംഗാമൊക്കെ ഒരു ടാക്കിളൊക്കെ നടത്തിയിട്ട് ആ ബോൾ വിൻ ചെയ്യേണ്ട അവസരം ഉണ്ടായപ്പോൾ അദ്ദേഹം വിനിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് പോരാ എന്നുള്ള രീതിയിൽ. ചെമേനി ഒരു ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഒരേ ബോളിന് വേണ്ടിയിട്ട് നോക്കുന്നു. അവിടെ ജൂഡിൻ്റെ ആ ഒരു വിളി അവിടെ ചെമേനി കേൾക്കുന്നില്ല. അതിനെതിരെ ജൂഡ് റിയാക്ട് ചെയ്യുന്നു. പിന്നെ വിനി ജൂനിയർ പെനാൽറ്റി മിസ് ചെയ്തപ്പോൾ എന്താണ് ജൂഡിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കാണാം. കാരണം അവിടെ കോൺഫിഡൻസ് കൊടുക്കുകയാണ്, തളരേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള സംഭവം. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രോപ്പർ മാഡ്രിഡിസ്റ്റ് ആയിട്ട് തന്നെയാണ് ജൂഡ് ബെല്ലിംഗാം ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ടോപ്പ് ഗെയിമായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഡിഫെൻസീവ്ലി കുറേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം. കാരണം ഈ മത്സരത്തിൽ ആ രീതിയിൽ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ടീം ഫസ്റ്റ് മെൻറ്റാലിറ്റി പോസസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ജൂഡ് ബെല്ലിംഗാം. ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഫെഡെ വാൽവെർദെ. ഈ ജൂഡിൻ്റെയും ഫെഡയുടെയൊക്കെ എനർജി ലെവൽസ് എക്സ്ട്രാ ടൈമിലേക്ക് ആയപ്പോൾ കൂടുന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു വല്ലാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഫെഡയൊക്കെ 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനർജി ലെവൽസ് അങ്ങോട്ട് കൂടി. വല്ലാത്ത ഒരു മനുഷ്യൻ തന്നെ. റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. അതേപോലെ തന്നെ പിന്നെ മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നു.
രണ്ട് ഇടത്ത് കളിക്കുമ്പോഴും ഫാന്റാസ്റ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം കൊടുക്കാൻ ശ്രമിക്കുന്നു. ഫെഡയുടെയൊക്കെ ഒരു മൂവ് ഉണ്ടായിരുന്നു. ബ്രഹീമൊക്കെ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ബ്രഹീമുമായിട്ട് ഒരു ലിങ്ക് പ്ലേ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സ്ട്രാ ടൈമിൽ. ബ്രഹീമിന് പിന്നെ ബോൾ ആ ബോക്സിൽ കൊടുത്തുള്ള സിനാരിയോയിൽ ബ്രഹീം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഈ ഫെഡയുടെ റണ്ണ് പിക്ക് ചെയ്യുന്നു. ഫെഡെ അത് കൃത്യമായിട്ടും ആ ഒരു കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ 6 യാർഡിൻ്റെ ഏരിയയിലേക്ക് ക്രോസ് ചെയ്ത് കൊടുക്കണം. അവിടെയൊക്കെ ആരും ജൂഡ് ബെല്ലിംഗാം ഒന്നും ഓടിയെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആ ഒരു എക്സ്ട്രാ മൈൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ് ഈ റയൽ മാഡ്രിഡിലുള്ളത്. ഒബ്വിയസ്ലി അത്ലറ്റിക്കോ മാഡ്രിഡും മരിച്ചു കളിച്ചിട്ടുണ്ട് 2 ലെഗിലും. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ വിനി ജൂനിയർ ഒരു സ്റ്റിങ്കർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മത്സരത്തിൽ, എംബാപ്പയുടെയൊക്കെ ബിലോ പാർ പെർഫോമൻസ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മത്സരത്തിൽ എക്സ്ട്രാ എഫേർട്ട് ഇവർക്കും കൂടി വേണ്ടിയിട്ടുള്ള പണി എടുക്കാൻ ആ റയൽ മാഡ്രിഡ് ടീമിൽ ജൂഡിനെ പോലെ ഫെഡയെ പോലെയുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നുള്ള കാരണം. അതോടൊപ്പം തന്നെ ബെഞ്ചിൽ വന്നിട്ട് കമവിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഹ്യൂജ് ഇമ്പാക്റ്റാണ്. എത്ര പേര് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്കറിയില്ല. ജൂഡ്, ഫെഡെ എല്ലാവരും പിന്നെ നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് കമവിംഗ ആയിരുന്നു. കമവിംഗ വാസ് എക്സലൻറ്റ്. 55 മിനിറ്റോളം മാത്രമേ കളിച്ചിട്ടുള്ളൂ ചങ്ങായി. കാരണം സെക്കൻഡ് ഹാഫിൽ സബായിട്ട് വരുന്നു, എക്സ്ട്രാ ടൈമിൽ കൂടി കളിക്കുന്നു. പക്ഷേ ആളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡ് കൗണ്ടർ ചെയ്യുന്ന സിനാരിയോകളിലൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് ടാക്കിൾ നടത്താനും മനോഹരമായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ആ ഒരു ഫിസിക്കാലിറ്റി ഇമ്പോസ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റുഡിഗറിൻ്റെ ടോപ്പ് ഗെയിം ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി ആ പെനാൽറ്റി ഷൂട്ടിൽ കാഴ്ചവെക്ക് നമുക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല ഏരിയൽ ഡ്യൂലുകളും കാര്യങ്ങളൊക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അസെൻസിയോയുടെ ഒക്കെ ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അത് ഫെഡെ വാൽവെർദെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ബോൾ, ഒരു ക്രോസ് ഫീൽഡ് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. റുഡിഗറിൻ്റെയും മെൻഡിയുടെയും ഒക്കെ അവിടുത്തെ ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും, അത് ബോൾ ജൂലിയാനോ സിമിയോണി അതെടുത്തിട്ട് പായുകയാണ്. അപ്പോൾ റയലിനെ സംബന്ധിച്ചോളം വൾണറബിളാണ് ആ ഒരു സിനാരിയോയിൽ അസെൻസിയോ ഉള്ളത്. ഈ റോഡ്രിഗോ ഡിപ്പോളും ആ ബോളിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ജൂലിയാനോ സിമിയോണി ഓടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അവിടെ ഒരു ക്ലിയർ വിന്നർ ആകേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ റോഡ്രിഗോ ഡിപ്പോളിന് അത്ര പേസ് ഇല്ലല്ലോ ജൂലിയാനോ സിമിയോണിൻ്റെ അത്ര. അപ്പോൾ ആ ഡിപ്പോളിലേക്ക് ബോൾ എത്തുന്നതിന് മുമ്പ് പോയി സ്ലൈഡ് ചെയ്ത് ടാക്കിൾ ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു ഷോട്ട് പിന്നെ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി തടയാൻ അവിടെ റൗൾ അസെൻസിയോക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. റൗൾ അസെൻസിയും ക്യാരക്ടർ കാഴ്ചവെച്ചിരിക്കുകയാണ്. മെട്രോപൊളിറ്റാനോയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. മെട്രോപൊളിറ്റാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി അറ്റ്മോസ്ഫിയർ ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ സൃഷ്ടിച്ചിട്ടുണ്ട്. മത്സരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആ ഒരു ഭീകരത അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിലുടനീളം 120 മിനിറ്റും അവന്മാർ അമ്മാതിരി നോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വിസെൻറ്റെ കാൽഡറോൺ എന്ന് പറയുന്ന അവരുടെ പഴയ സ്റ്റേഡിയത്തിൽ നിന്ന് അവിടെ പുതിയ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക്, ഈ മെട്രോപൊളിറ്റാനയിലേക്കുള്ള ഈ ഒരു നീക്കം പോലും സംഭവിക്കുന്നത് ഈ സിമിയോണി എറയിലാണ്. കാരണം വെച്ചാൽ അത്തരത്തിൽ അവർക്ക് സക്സസ് പിന്നെ ഗ്രൗണ്ടിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും അവരെ തേടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വിസെൻറ്റെ കാൽഡറോണിലുള്ള അതേപോലത്തെ തന്നെ അറ്റ്മോസ്ഫിയർ അവർക്ക് ഈ പുതിയ സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ അവരെല്ലാം സൈലൻസ് ചെയ്യാൻ, എല്ലാവരെയും നിശബ്ദരാക്കാൻ റയൽ മാഡ്രിഡിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അല്ലേ, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മത്സരത്തിന് ശേഷം ഡിയോഗോ സിമിയോണി തൻ്റെ പ്ലേയേഴ്സിനെ കൂട്ടി അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൾ അപ്പോഴും പംപ്ഡായിരുന്നു. അതൊരു വല്ലാത്തൊരു മനുഷ്യനാണ്. കോർണറൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, കോർണർ കിട്ടുന്നതൊക്കെ. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, വല്ലാത്തൊരു മനുഷ്യൻ. മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് റിയാക്ട് ചെയ്തതാണ് നമ്മൾ കണ്ടത് അല്ലേ. ഫസ്റ്റ് മിനിറ്റിൽ തന്നെ അവർ ഗോൾ അടിക്കുന്നു. അതൊരു വല്ലാത്തൊരു ഡ്രീം സ്റ്റാർട്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് സംബന്ധിച്ചിടത്തോളം. ഒരു ലോങ് ബോൾ ഡിഫൻസിൽ നിന്ന് കൊടുക്കുന്നു, അസെൻസിയോ അവിടെ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ സെക്കൻഡ് ബോൾ ആന്ത്വാൻ ഗ്രീസ്മാൻ വിൻ ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ കോണ ഗാലഗർ ആ ബോൾ അൽവാരസിന് കൊടുക്കുന്നു. അൽവാരസ് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള റോഡ്രിഗോ ഡിപ്പോളിനെ പിക്ക് ചെയ്യാണ്. റോഡ്രിഗോ ഡിപ്പോളിൻ്റെ ക്രോസ്, അപ്പോഴേക്കും കോണ ഗാലഗറും ജൂലിയാനോ സിമിയോണിയൊക്കെ ബോക്സിലേക്ക് വന്നിട്ടുണ്ട്. ജൂലിയാനോ സിമിയോണി ഒരു ഫ്ലിക്കിനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മെൻഡിയുടെ നടയിലൂടെയാണ് ഈ റോഡ്രിഗോ ഡിപ്പോൾ ആ ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്, ആ ലോ ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജൂലിയാനോ സിമിയോണി ഒരു ബാക്ക് ഹീലിനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അപ്പോഴേക്കും കോണ ഗാലഗർ ഓടി വന്നിട്ട് അത് ഫിനിഷ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. ഫെഡേക്ക് അവിടെ കോണ ഗാലഗറിനെ തടയാൻ സാധിച്ചില്ല. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ റയൽ മാഡ്രിഡിനെ ഷോക്ക് ചെയ്യാൻ, സർപ്രൈസ് ചെയ്യാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കോണ ഗാലഗർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റോഡ്രിഗോ ഡിപ്പോൾ, ബാരിയോസ്, ജൂലിയാനോ സിമിയോണി, പിന്നെ അൽവാരസും ഗ്രീസ്മാനും. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ റെയ്നിൽഡോ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹാവി ഗാലന് പകരമായിട്ട്. അതൊരു വൈസ് മൂവായിരുന്നു. കാരണം ഗാലനെ
റോഡ്രിഗോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ലെഗിൽ. റെയ്നോൾഡോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു. പിന്നെ ഹിമിനസും ലോങ്ലേയും അതേപോലെ തന്നെ ലൊറൻറ്റെ റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് ലൈനപ്പിൽ ലുക്കീറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൊമേനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ, ജൂഡ് ബെല്ലിംഗാം, പിന്നെ റോഡ്രിഗോ, കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ, ഡിഫൻസിൽ അസൻസിയോടൊപ്പം റുഡിഗർ, റൈറ്റ് ബാക്കായിട്ട് ഫെഡെ വാൽവെർദെ, ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡി, കോർട്ടുവ. അതിൽ തന്നെ കോർട്ടുവ വൺസ് അഗെയിൻ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നുള്ളത് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂലിൻ അൽവാരസ് ഉണ്ടല്ലോ, ആൾ 2 ലെഗിലും ഇപ്പോൾ നമ്മൾ ഒരു ബെസ്റ്റ് പ്ലെയറിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിസൾട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഹ്യൂലിൻ അൽവാരസ് ആയിരുന്നു എന്നുള്ളതാണ്. 2 ലെഗിലും കൂടിയിട്ടുള്ള ബെസ്റ്റ് പ്ലെയർ ചെങ്ങായി ആയിരുന്നു. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെനാൽറ്റി, അതിലുള്ള ഡബിൾ ടച്ച്, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതായിരുന്നു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രീം സെൻറ്റർ ഫോർവേഡാണ്. പ്രസ് ചെയ്യും, ട്രാക്ക് ബാക്ക് ചെയ്യും, ഒരു ആനിമലിനെ പോലെ ട്രാക്ക് ബാക്ക് ചെയ്യും. ഒപ്പം ഷൂട്ട് അറ്റ് സൈഡ് പോളിസി ഉണ്ട്. അതിൽ തന്നെ ടാർഗറ്റിലേക്കാണ് ഷൂട്ട് ചെയ്യുക, വേറെ എങ്ങോട്ടുമല്ല. ടാർഗറ്റിലേക്കുള്ള ആ ഒരു ഷൂട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് ബ്യൂട്ടിഫുള്ളാണ്. മാത്രമല്ല ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ലിങ്ക് പ്ലേ അദ്ദേഹത്തിൻ്റെ എല്ലാം ഫാൻറ്റാസ്റ്റിക്കാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രോപ്പർ ഡിയേഗോ സിമിയോണി സെൻറ്റർ ഫോർവേഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹ്യൂലിൻ അൽവാരസ് എന്ന് പറഞ്ഞ അർജന്റീനക്കാരനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ആൾ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. കോർട്ടുവ ആണെങ്കിലോ അദ്ദേഹത്തിൻ്റെ എല്ലാ അറ്റംപ്റ്റുകളും തടയുകയാണ്. കോർട്ടുവയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ തോതിൽ ട്രബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അറ്റംപ്റ്റുകൾ ഹ്യൂലിൻ അൽവാരസ് നടത്തിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ എന്താണ്, നല്ല അറ്റംപ്റ്റുകളായിരുന്നു, ഡീസൻറ്റ് അറ്റംപ്റ്റുകളായിരുന്നു. അതൊക്കെ ചെങ്ങായി തട്ടി മാറ്റുകയാണ്. പിന്നെ എന്താ ചെയ്യുക? അതാണ് കോർട്ടുവ എന്ന് പറയുന്ന കീപ്പർ റയൽ മാഡ്രിഡിന് കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ്. ഈവൻ ദോ അവരുടെ ഡിഫൻസ് പലപ്പോഴും വൾണറബിൾ ആകുമ്പോഴും കോർട്ടുവ അങ്ങനെ മല പോലെ നിൽക്കും. ഒറ്റയ്ക്ക് കളി ജയിപ്പിച്ചിട്ടുള്ള ചരിത്രമുണ്ട്, നമുക്കറിയുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ചെങ്ങായി ഉണ്ടല്ലോ വലകാക്കാനായിട്ട്. അതൊരു ഹ്യൂജ് പോസിറ്റീവാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം. ഓൾ ഓവർ ദ പിച്ച് ആ ഗ്രൗണ്ടിൽ വെള്ളക്കുപ്പായം ധരിച്ചുകൊണ്ട് അവിടെ ഇവിടേക്ക് ആയിട്ട് മാച്ച് വിന്നർമാരിങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. ഇതാണ് കാലാകാലങ്ങളായിട്ട് റയൽ മാഡ്രിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മാച്ച് വിന്നർമാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. വലകാക്കുന്നതും ഒരു മാച്ച് വിന്നറാണ്. അപ്പോൾ അങ്ങനെ ഈവൻ ഫസ്റ്റ് ഹാഫിലും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കുറച്ച് അറ്റംപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രധാന ഉദ്ദേശം, ആ ഒരു ഫസ്റ്റ് ഗോൾ കിട്ടിയതിന് ശേഷം പിന്നെ ഉദ്ദേശം റയൽ മാഡ്രിഡിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ പിന്നെ കാര്യമായിട്ട് ആ സെൻട്രലിലൂടെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവർ മിഡ് ബ്ലോക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം, ലോ ബ്ലോക്കിലേക്ക് പോകുന്നു. റൈറ്റ് സൈഡിൽ സിമിയോണിയുടെ മകൻ സപ്പോർട്ട് കൊടുക്കുന്നു ഡിഫൻസിന്, ലോറൻറ്റേക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ രീതിയിൽ വിനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. റോഡ്രിഗോയെ അപ്പുറത്ത്, റെയ്നോൾഡോയും അതേപോലെ തന്നെ നമ്മുടെ കോണകാലകരും കൂടിയിട്ട് പൂട്ടിയിടുന്നു. ഈ റോഡ്രിഗോ ഇപ്പോഴും ബാരിയോസും കൂടിയിട്ട് ആ മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഡിഫൻസ് നല്ല രീതിയിൽ പിന്നെ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, റയലിനെ സംബന്ധിച്ചിടത്തോളം പൊസഷൻ പലപ്പോഴായിട്ട് അവരുടെ അടുത്തുണ്ടായിരുന്നെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്ന്. കാരണം വെച്ചാൽ ആ രീതിയിലാണ് അവർ കോമ്പാക്റ്റായിട്ട് അത്ലറ്റിക്കോമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം എന്ന് പറഞ്ഞാൽ 90 മിനിറ്റിലെ അവരുടെ XG, നോൺ പെനാൽറ്റി XG 0.25 മാത്രമാണെന്നുള്ള കാര്യം ഓർക്കണം. 6 അറ്റംപ്റ്റുകളാണ് അവർ 2 ഹാഫിലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് 90 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ഈ 0.25 നോൺ പെനാൽറ്റി XG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർലോ അൻചെലോട്ടി 2021 മടങ്ങി വന്നതിന് ശേഷമുള്ള ഒരു മത്സരത്തിൽ ഏറ്റവും കുറവ് XG ആണെന്നുള്ള കാര്യം ഓർക്കണതില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം കാര്യമായിട്ട് ഒന്നും അവർ ക്രിയേറ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മത്സരമായിരുന്നു. അത്തരത്തിൽ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഗെയിം പ്ലാന് ഡിയേഗോ സിമോണിയുടെ ടീമിന് ഉണ്ടായിരുന്നല്ലോ. അതായത് റയൽ മാഡ്രിഡിനെ സ്റ്റോപ്പ് ചെയ്യുക, മാത്രമല്ല കൗണ്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അഥവാ പിന്നെ ഗോള് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഒബ്വിയസ്ലി മത്സരം എത്ര പ്രൊലോങ് ചെയ്യാൻ സാധിക്കും അത്രയും നീട്ടിക്കൊണ്ടുപോയിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉദ്ദേശം തന്നെ ആയിരുന്നിരിക്കണം. പക്ഷേ അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കുമ്പോൾ എന്താ സംഭവം വെച്ചാൽ, പിന്നെ ഇങ്ങനൊരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി ഷൂട്ടിൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യണം, അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അത് നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്, അല്ലേ? അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ ഇനി ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്, വിനി ജൂനിയറും ജൂലിയാനോ സിമിയോണും തമ്മിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ്, ആ പെനാൽറ്റി ഷൗട്ട്. അപ്പോൾ അവിടെ വിനി ജൂനിയർ ആ ബോക്സിൻ്റെ പുറത്ത് നിന്ന് ആ ഒരു പിന്നെ കോർണറിലേക്ക് പോകാതെ ആ ബോൾ ബോക്സിലേക്ക് ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചാണ് വീണ് കിടന്നിട്ട്. അപ്പോൾ അത് സിമിയോണിൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ട് ക്ലിയറായിട്ട്. പക്ഷേ എന്തുകൊണ്ടത് പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ളതാണ് റയൽ മാഡ്രിഡ് ആരാധകരുടെ സംശയമുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇത്തരത്തിലുള്ളത് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കൊടുത്തിരുന്നെങ്കിൽ വളരെ വളരെ ഹാർഷായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വെച്ചാൽ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ സംഭവിച്ചുള്ളൊരു ഇൻസിഡൻ്റ് ആണത്. അവിടെ ആ കൈ മാറ്റി വെക്കാനുള്ള സമയം പോലും സിമിയോണിക്ക് കിട്ടിയില്ല. കാരണം സിമിയോണി അവിടെ വന്നിട്ട് അത് തടയാനുള്ള ശ്രമം നടത്തുകയാണ്, ആ ഒരു ക്രോസ് തടയാനുള്ള ശ്രമം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ നാച്ചുറൽ പൊസിഷനാണ് അദ്ദേഹത്തിൻ്റെ കൈ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു വാദമുള്ളത്.
എൻ്റെ ഒരു വാദം. നിങ്ങൾക്കതിനെ എതിർത്ത് സംസാരിക്കാം, നോ പ്രോബ്ലം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അവിടെ അത് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ സംഭവിച്ചുകൊണ്ടാണ് അത് പെനാൽറ്റി കൊടുക്കാതിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ അൽവാരസിൻ്റെ അറ്റംപ്റ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലെ പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകൾ, പിന്നെ തുടക്കത്തിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡിനെ പ്രഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റയലിൻ്റെ ഒരു ഹാഫിൽ കളിക്കുന്നുണ്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ്. പക്ഷേ അവർക്ക് ഗോൾ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 51-ാമത്തെ മിനിറ്റിൽ ചൊമേനിയുടെ ഒരു എന്താ പറയുക, ആകാശത്തേക്കുള്ളൊരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. അതാണ് റയൽ മാഡ്രിഡ് സെക്കൻഡ് ഹാഫിലെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ്, ഈ കാർലോ അഞ്ചലോട്ടി കമവിംഗയൊക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. കാരണം ആ ഒരു എനർജി മിഡ്ഫീൽഡിൽ ആവശ്യമുണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു ധാരണയുടെ പുറത്ത് തന്നെയാണ് കമവിംഗയെ കൊണ്ടുവരുന്നത്. മാത്രമല്ല ചൊമേനിക്കാണെങ്കിൽ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വാസ്കസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ലുക്കിറ്റയെ പിൻവലിക്കുന്നു. ലുക്കിറ്റയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഈ സെൻട്രൽ ഏരിയ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത്ലറ്റി. മാത്രമല്ല വിങ്ങിലൂടെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റയൽ മാഡ്രിഡിന്. അപ്പോൾ ആ രീതിയിൽ റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സിനാരിയാണ്. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് വരുത്താൻ തീരുമാനിക്കുന്നു. ഫെഡെ വാൽവെർദെ മിഡ്ഫീൽഡിലേക്ക് നീക്കുന്നു. വാസ്കസ് ആ ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന സിനാരി നമ്മൾ കണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ ഒരു 69-ാമത്തെ മിനിറ്റിലുള്ള ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു അറ്റാക്കിൽ നിന്നാണത് ആ ഒരു ട്രാൻസിഷൻ മൊമെൻറ്റ് റയൽ മാഡ്രിഡിന് കിട്ടിയത്. എംബാപ്പെ കുറച്ച് സ്പേസ് കിട്ടി റൺ ചെയ്യാനായിട്ട്, അതിൽ അദ്ദേഹം പണി പറ്റിക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കോണ ഗാലഗറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. ബോക്സിലേക്ക് വരുന്നു, അത് ജൂലിയാനോ സിമിയോണി ഹെഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഗ്രീസ്മൻ്റെ കാലുകളിലേക്ക് വന്ന് വീഴുകയാണ്. പക്ഷെ അവിടെ അഗെയിൻ കമവിംഗയുടെ ആ ഒരു ഇൻ്റർസെപ്ഷൻ അത് ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു. കമവിംഗ അവിടെ ബോൾ വിൻ ചെയ്യുന്നു. ഈ വിനി ജൂനിയർ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് റയലിൻ്റെ ഏരിയയിലേക്ക്. വിനിക്ക് കൊടുക്കുന്നു. വിനി അവിടെ ജൂഡിനെ പിക്ക് ചെയ്യണം. അപ്പോൾ ജൂഡ് മത്സരത്തിൽ ഗ്രോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സിനാരിയോ ആണെന്ന കാര്യം ഓർക്കണം. അവിടെ ജൂഡ് നിന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നല്ല പാസ്സാണ് ആർക്ക് കൊടുക്കുന്നത്, കിലിയൻ എംബാപ്പെ കൊടുക്കുന്നത്. അവിടെ പിന്നെ സാധാരണ ഇവരുടെ അടുത്തേക്ക് ബോൾ എത്തുമ്പോൾ പൊതിയാറുണ്ട് അത്ലറ്റിക് മാഡ്രിഡ് പ്ലേയേഴ്സ്. പക്ഷേ ഇവിടെ എന്താണ്, വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം അത്ലറ്റിക് മാഡ്രിഡ് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ അവിടെ ഒരു പിന്നെ അവസരം ഉണ്ടെന്നുള്ളത് കണ്ടിട്ട് കിലിയൻ എംബാപ്പെ ഹിമിനസ് അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യാൻ വരുന്നു, അദ്ദേഹത്തെ മറികടക്കുന്നു. പിന്നെ വളരെ പെട്ടെന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്തിട്ട് പോകുമ്പോൾ ലോങ്ലേ എന്ന് പറയുന്ന പിന്നെ ബാഴ്സലോണയിൽ നിന്ന് ലോണിൽ വന്നിട്ടുള്ള ഡിഫൻഡർ അദ്ദേഹത്തെ ബോക്സിൽ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. അദ്ദേഹം വീഴ്ത്തിയിരുന്നു. അത് പെനാൽറ്റിയാണ്, അതിൽ സംശയത്തിൻ്റെ ഒരു കാമ്പോലും ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ ആ പെനാൽറ്റി എടുക്കുന്നത് വിനി ജൂനിയറാണ്. മത്സരം 1-1 ടൈയിൽ പിന്നെ റയൽ മാഡ്രിഡിന് വ്യക്തമായിട്ടുള്ള അഡ്വാൻറ്റേജ് കൊടുക്കാനുള്ള അവസരം എന്ത് ചെയ്തു, വിനി ആകാശത്തേക്ക് അടിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ സാന്റിയാഗോ ബെർണബേയിലേക്കാണ് ആ ബോൾ പോയിട്ടുണ്ടായിരുന്നത്. വളരെ മോശം പെനാൽറ്റി. പക്ഷേ അപ്പോൾ ജൂഡ് ബെല്ലിംഗാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കാഴ്ചവെക്കുന്നു. അങ്ങനെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും സിമിയോണി സബ്ബോളും കാര്യങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ ആ മത്സരം പുരോഗമിക്കുന്നു. ആ ഒരു 79-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയെ പിൻവലിച്ചിട്ട് ബ്രഹീമിനെ കൊണ്ടുവരുന്നു. റോഡ്രിഗോയ്ക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബ്രഹീം വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ബ്രഹീമിനൊക്കെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കിയാൽ ഫസ്റ്റ് ലെഗിൽ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, സെക്കൻഡ് ലെഗിൽ ജൂഡ് തിരിച്ചു വന്ന് കൂടിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ 83-ാമത്തെ മിനിറ്റിൽ മെൻഡിക്കും ആ ഒരു പിന്നെന്താ പറയുക മസിൽ പ്രോബ്ലം സംഭവിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് ഫ്രാങ്ക് ഗാർസിയ കൊണ്ടുവരുന്നു. ഈ മെൻഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്ര നല്ലൊരു മത്സരം ആയിരുന്നില്ല അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മൊമെൻറ്റിലുണ്ടല്ലോ അദ്ദേഹം ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത് 2 തവണ സ്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലിപ്പായി എഴുന്നേക്കാൻ ശ്രമിച്ചു, വീണ്ടും സ്ലിപ്പായി. അത് ജൂലിയാനോ സിമിയോണി ഇതുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗോളൊന്നും കലാശില്ല മെൻഡി അംശം. അതേപോലെ തന്നെ മെൻഡിയുടെ മറ്റൊരു മിസ്റ്റേക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അതിൽ നിന്നാണ് ഒരു ഷോട്ടൊക്കെ അൽവാരസ് അടിച്ചിട്ടുണ്ടായിരുന്നു, മെൻഡിയുടെ ഒക്കെ ഒരു മിസ്റ്റേക്കിനെ മുതലെടുത്തുകൊണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു മെൻഡിയുടെ ഭാഗത്ത് നിന്ന്. അദ്ദേഹം സിമിയോണിയുടെ ത്രെട്ടിനെ നെഗറ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ എന്താ പറയുക, മോശം ഗെയിം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ഗെയിമായിരുന്നു മെൻഡിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഈ സിമിയോണി എപ്പോഴാണ് ചേഞ്ചസ് വരുത്തുന്നത്? സിമിയോണി വരുത്തുന്നത് 85-ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ചേഞ്ച് വരുന്നത്. കോണർ ഗാലഗറിനെ മാറ്റിയിട്ട് 85-ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ചേഞ്ച് വരുന്നത്. കോണറിനെ മാറ്റിയിട്ട് സാമുവലിനെ കൊണ്ടുവരുന്നു. 89-ാമത്തെ മിനിറ്റിൽ പിന്നെ ജൂലിയാനോ സിമിയോണിനെ മാറ്റിയിട്ട് കൊറിയയെ കൊണ്ടുവരുന്നു. 89-ാമത്തെ മിനിറ്റിൽ തന്നെ സൊർലോത്തിനെ കൊണ്ടുവരുന്നു, ഗ്രീസ്മാനെ വിളിച്ചിട്ട്. ഗ്രീസ്മാനൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ എക്സ്ട്രാ ടൈമിലേക്ക് പോകുമ്പോൾ തന്നെ മറ്റ് 2 ചേഞ്ചസ് കൂടി വരുത്തി. മൊലീനെ കൊണ്ടുവരുന്നു റോഡ്രിഗോ ഡിപ്പോളിന് പകരം. റോഡ്രിഗോ ഡിപ്പോൾ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം ഓവർ ദ 2 legs. ഡിപ്പോളും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയൊക്കെ അദ്ദേഹം ചില സാഹചര്യങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അല്ലേ 2 ലെഗിലായിട്ട്. അപ്പോൾ ഡിപ്പോൾ നല്ല രീതിയിൽ
ശ്രമിച്ചിട്ടുണ്ട്. ലെനോർമാൻ ലോങ്ങിലേക്ക് പകരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൊളീന വന്നതോടുകൂടിയിട്ട് ലൊറൻറ്റെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അതുവരെ റൈറ്റ് ബാക്കായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ടൈമിൽ റെയ്നോയുടെ പിൻവലിച്ചിട്ട് സെസാർ അസ്പെലിക്കുറ്റ, നമ്മുടെ ക്യാപ്റ്റൻ അസ്പി, അയാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുത്താണ് അസ്പി, അത് വേറെ കാര്യം. അസ്പി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ എക്സ്ട്രാ ടൈമിൽ മത്സരം കുറച്ചുകൂടെ എൻഡ് ടു എൻഡ് ആയിട്ടുണ്ടായിരുന്നു. റയലിനൊരു എക്സ്ട്രാ എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്ലറ്റിക്കും അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഈ മത്സരത്തിൽ മറ്റൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി വീണ് കിട്ടിയിട്ടുണ്ടാകുന്നത് ഏഞ്ചൽ കൊറിയക്കാണ്. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്താണ്, എക്സ്ട്രാ ടൈമിന് മുമ്പ് ഒരു ബോൾ ബോക്സിലേക്ക് വരുന്നു, ലോങ് ബോൾ. കൊറിയയുടെ റണ്ണ് നല്ലതാണ്, ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് അദ്ദേഹം റൺ ചെയ്യുന്നത്. അവിടെ റുഡിഗറിൻ്റെ ഡിഫെൻഡിങ് അത്ര നല്ലതല്ല. കൊറിയ അത് അദ്ദേഹത്തിൻ്റെ പരിധിയിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അവിടെ ഹൂലിയൻ അൽവാരസ് ബോക്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആ പാസിനായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അത് കൊടുത്തില്ല കൊറിയ അവിടെ ഗ്ലോറിക്കായിട്ട് അവിടെ നിന്ന് ആ ഒരു ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്ന് ഷോട്ട് അടിക്കുന്നു. ആ ഷോട്ട് ബാറിന് മുകളിലൂടെ പോവുകയാണ്. അവിടെ നിന്ന് കോർട്ട് ബീറ്റിൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അവിടെ ഹൂലിയൻ അൽവാരസിന് പാസ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഗോളായിപ്പോയത്. കാരണം നമുക്കറിയാം അൽവാരസ് എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കമ്പോസറോടെ അത്ലറ്റിക് കാഴ്ചവെച്ചില്ല. അതേപോലെ തന്നെ ഈ എക്സ്ട്രാ ടൈമിൽ സൊർലോത്തിന് കിട്ടിയ ചാൻസ് എക്സ്ട്രാ ടൈമിൽ തന്നെ ആയിരുന്നോ അതോ 90 മിനിറ്റിലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബാരിയോസ് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുന്നു. സൊർലോത്തിൻ്റെ കിക്ക് കംപ്ലീറ്റ് അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണക്ഷനേ കിട്ടിയില്ല. ചിലപ്പോൾ ബാഴ്സലോണയ്ക്കെതിരാണെങ്കിൽ അത് ഗോൾ അടിച്ചിരുന്നേനെ എന്നുള്ളതാണ് ബാഴ്സലോണയുടെ ആരാധകരൊക്കെ ട്വിറ്ററിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്താണ്, ക്ലിയർ കട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഹാഫ് ചാൻസസ് അത്ലറ്റിക്കുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അതിന് മുമ്പ് വിനീനെ പിൻവലിച്ചിട്ട് എൻട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എത്ര തവണ ഹൃദയം തകർന്ന ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. എക്സ്ട്രാ ടൈമിൽ എത്ര തവണ ഹൃദയം തകർന്ന ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഈ എക്സ്ട്രാ ടൈമിൻ്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ 1974 യൂറോപ്യൻ കപ്പ് ഫൈനലിൻ്റെ കഥ പറയേണ്ടി വരും. അന്നും അത്ലറ്റിക്കോ മാഡ്രിഡ് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബയൺ മ്യൂണിക്കുമായിട്ടായിരുന്നു ഫൈനൽ ഉണ്ടായിരുന്നത്. 1-0 ലീഡ് അരഗോനസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു ലെജൻഡറി മെൻഷൻ ഉണ്ടല്ലോ, ആളിലൂടെ അവർ എക്സ്ട്രാ ടൈമിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 1-0 ലീഡ്. മത്സരം 120ാമത്തെ മിനിറ്റിലാണ് ബയൺ മ്യൂണിക്ക് ഈക്വലൈസർ അടിച്ചത്. 35 വാര അകലെ നിന്ന് ബയൺ മ്യൂണിക്കിൻ്റെ ഡിഫൻഡർ ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് കീപ്പർ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. അവിടെ അത് ഗോൾ കൺസീഡ് ചെയ്യുന്നു. അങ്ങനെ 1-1 എന്നുള്ള സമനിലപരിയാണ്. അവിടെ പെനാൽറ്റി ഷൂട്ടൗട്ടല്ല അന്നത്തെ തീരുമാനം ഉണ്ടായിരുന്നത്, റീപ്ലേ ആണ്. ആ റീപ്ലേ മത്സരത്തിൽ 4-0 എന്നുള്ള സ്കോർ ലൈന് ബയൺ മ്യൂണിക്ക് വിജയിച്ചു കയറുന്നു. അങ്ങനെ ആ രീതിയിലുള്ള ഹാർട്ട് ബ്രേക്കുകൾ എക്സ്ട്രാ ടൈമിലും പിന്നെ ഈ യൂറോപ്പിൻ്റെ രാത്രികൾ നേരിട്ടുള്ളൊരു സൈഡാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫസ്റ്റ് കിക്ക് എടുക്കുന്നത് കിലിയൻ എംബാപ്പയാണ്. കിലിയൻ എംബാപ്പെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കിക്ക് എടുത്തുള്ള ആളാണ്. ശരിയാണ്, ഈ സീസണിൽ പെനാൽറ്റികളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കാഴ്ചവെക്കുന്നു. അവിടെ മനോഹരമായിട്ടുള്ള പെനാൽറ്റി അതിങ്ങനെ പാസ് ചെയ്ത് വലയിലേക്കാക്കുന്നു. ചങ്ങായി ബ്ലാക്ക് ഇപ്പുറത്തേക്കാണ് ചാടിയിട്ടുണ്ടായിരുന്നത്. ഇനി സൊർലോത്താണ് അത്ലറ്റിക് മാഡ്രിഡ് ആദ്യത്തെ കിക്ക് എടുക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ കിക്ക് എടുക്കുന്നു. ഫാന്റാസ്റ്റിക് പെനാൽറ്റിയാണ്. 1-1. ഇനി റയൽ മാഡ്രിഡ് അടുത്ത കിക്ക് എടുക്കാൻ വരുന്നത് ജൂഡ് ബെല്ലിംഗമാണ്. നമുക്കറിയാം ആളൊരു പേഴ്സണാലിറ്റിയുള്ള പ്ലെയറാണ്, ക്യാരക്ടറുള്ള പ്ലെയറാണെന്നുള്ളത്. അപ്പോൾ ആൾ വരുന്നു, മനോഹരമായിട്ടത് കിക്ക് എടുക്കുന്നു. ബ്യൂട്ടിഫുൾ പെനാൽറ്റി. 2-1. പിന്നെ ഹൂലിയൻ അൽവാരസ് ആണ് അത്ലറ്റിക് മാഡ്രിഡ് കിക്ക് എടുക്കാൻ വരുന്നത്. ഹൂലിയൻ അൽവാരസ് ആ കിക്ക് എടുക്കുമ്പോൾ ആൾ സ്ലിപ്പാകുന്നു. പക്ഷെ അത് വലയിലേക്ക് പോകുന്നു. ഗോളാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫെഡേ വാൽവെർദെ അവിടെ നിന്ന് കിക്ക് എടുക്കാനായിട്ട് വരികയാണ്. എൽ ഹാൽക്കൺ കിക്ക് എടുക്കാനായിട്ട് നടന്നു വരികയാണ്. പക്ഷെ അവിടെ ഒരു ചെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, VAR ചെക്ക്. എന്താണ്, ഹൂലിയൻ അൽവാരസ് അവിടെ ഡബിൾ ടച്ച് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ അത് കിലിയൻ എംബാപ്പയാണ് ആദ്യം നോട്ടീസ് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കിലിയൻ എംബാപ്പെ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് അത് അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ VAR ഇടപെട്ടിട്ട് ആ ഗോൾ ഡിസലോ ചെയ്യുന്നു. ഇതാണ് ഒരു വിവാദമായിട്ടുള്ള സംഭവം. അപ്പോൾ അതെന്തുകൊണ്ട് ഡിസലോ ചെയ്തു എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെ 2-1 അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡിന്. ഇനി നല്ല രീതിയിലൊരു അഡ്വാൻറ്റേജ് കൊടുക്കാൻ ഫെഡേ വാൽവെർദെ വരികയാണ്. പ്രഷർ പെനാൽറ്റിയാണ്. പക്ഷേ അദ്ദേഹം ബ്യൂട്ടിഫുള്ളായിട്ട് പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു. ഒബ്ലാക്ക് സെയിം ദിശയിലേക്കാണ് ചാടിക്കുന്നത്, പക്ഷേ തടുക്കാൻ സാധിക്കില്ല. എൽ ഹാൽക്കൻ്റെ ഷോട്ടാണ്. അതിനുശേഷമുള്ള എൽ ഹാൽക്കൻ്റെ ആ ഒരു പാഷൻ അദ്ദേഹം കാഴ്ചവെച്ചുള്ള രീതി, നെഞ്ചത്തടിച്ചിട്ട് ആ ബാഡ്ജിനോടുള്ള സ്നേഹം കാണിച്ചുള്ള രീതി, അതൊക്കെ ഒരു റയൽ മാഡ്രിഡ് ഫാനെ സംബന്ധിച്ചിടത്തോണ്ടല്ലോ കാണുമ്പോൾ രോമാഞ്ചം കിട്ടുന്ന തരത്തിലുള്ള സംഭവമാണ്. അതാണ് ഈ ഫെഡറിക്കോ വാൽവെർദെ എന്ന് പറയുന്ന ഈ ഉറുഗൻ ഹാൽക്കണെ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ ടീമിലുണ്ടെങ്കിൽ കിട്ടുക. അൺലിമിറ്റഡ് പാഷനായിരിക്കും. അതായത് ടോപ്പ് ക്ലാസ് മെൻറ്റാലിറ്റിയാണ്, ഒടുക്കത്തെ വർക്ക് റേറ്റാണ്. മാത്രമല്ല ഇമാതിരി പാഷൻ കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ഓരോ നിമിഷവും അദ്ദേഹം എൻജോയ് ചെയ്യുകയാണ് തൂവെള്ള കുപ്പായത്തിൽ.
പിന്നെ അത് അത്ലറ്റിക് മാഡ്രിഡ് കിക്ക് എടുക്കുന്നത് കൊറിയാണ്. കൊറിയയുടെ കിക്കിൽ നമ്മുടെ ചെങ്ങായി ഉണ്ടല്ലോ, കോർട്ടയുടെ കയ്യിൽ തട്ടി, പക്ഷെ അത് വലയിലേക്ക് പോകുന്നു. പിന്നെ വാസുകൊണ്ടനാണ് റയൽ മാഡ്രിഡ് കിക്ക് എടുക്കുന്നത്. വാസുകൊണ്ടൻ ജനറലി ഷൂട്ടൗട്ടിൽ വളരെ കാമായിട്ട് വന്നിട്ട് ജഗിൾ ചെയ്തൊക്കെ വന്നിട്ട് അടിച്ചിട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇത്തവണ പ്രഷർ അദ്ദേഹത്തിന് പണി കൊടുത്തു. അദ്ദേഹം അടിച്ച ദിശയിലേക്ക് ഒബ്ലാക്ക് ചാടുന്നു, സേവ് ചെയ്യുന്നു. ക്രൂഷ്യൽ സേവ്. അപ്പോൾ ഇനി മത്സരത്തിലേക്ക് പൂർണ്ണമായിട്ടും റയൽ മാഡ്രിഡിനെ അത്ലറ്റിക് മാഡ്രിഡിനെ തിരിച്ചുകൊണ്ടുവരാൻ ലോറൻറ്റയ്ക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ലോറൻറ്റെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ബാറിലേക്ക് അടിക്കുകയാണ്. എന്താ ചെയ്യുക? ഈ ലോറൻറ്റെ എന്ന് പറയുന്ന ചെങ്ങായി ഉണ്ടല്ലോ, റയൽ മാഡ്രിഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അപ്പൂപ്പനാണെന്ന് തോന്നുന്നു, ഒരു അങ്കിളാണെന്ന് തോന്നുന്നു. റയൽ മാഡ്രിഡിനും അതേപോലെ തന്നെ അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടി കളിച്ച ആളുകളാണ്. ഇവിടെ എന്താണ് ആ ക്രൂഷ്യൽ പെനാൽറ്റി അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചില്ല. ശരിയാണ്, ഹൂലിയൻ അൽവാരസിൻ്റെ ആ പെനാൽറ്റിയിൽ കോൺട്രവേഴ്സി ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മത്സരത്തിൽ തിരിച്ചു വരാനുള്ള സുവർണാവസരമായിരുന്നു ഈ ലോറൻറ്റയുടെ പെനാൽറ്റി. അത് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ കാര്യമായിട്ട് ഇനി കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലേ? മാത്രമല്ല മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ ലീഡ് കിട്ടി. എന്നിട്ട് ആ ലീഡ് ഉയർത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത്ലറ്റിക് മാഡ്രിഡിന് മുമ്പിൽ. എന്നിട്ടും അവർക്കത് സാധിച്ചില്ല, അല്ലേ? അപ്പോൾ അവർക്ക് വേറെ ആരും ബ്ലെയിം ചെയ്യാനില്ല. നല്ല രീതിയിൽ പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ പിന്നെ റയൽ മാഡ്രിഡിനെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അവർ പ്രഷർ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. റയൽ മാഡ്രിഡിനെ എഡങ്ങറാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അപ്പോൾ ആ രീതിയിൽ അത്ലറ്റിക് മാഡ്രിഡ് കളിച്ചു, നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യം കൂടിയായിരുന്നു. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ അഡ്വാൻറ്റേജ് എടുക്കണം. അത് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലോറൻറ്റയ്ക്ക് അവിടെ ചാൻസ് ആയിരുന്നു. അങ്ങനെ പിന്നെ റുഡിഗറാണ് കിക്ക് എടുക്കുന്നത് റയൽ മാഡ്രിഡിൻ്റെ. എൻട്രിക്ക് ആയിരുന്നു അത്ര ഇനീഷ്യൽ കിക്ക് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാർലോസ് അൻചെലോട്ടി മത്സരത്തിന് പറഞ്ഞതെന്ന് വെച്ചാൽ എൻട്രിക്കിൻ്റെ മോന്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെ റുഡിഗറിനോട് എടുക്കാൻ പറയുന്നു. റുഡിഗറിൻ്റെ പെനാൽറ്റി ഉണ്ടല്ലോ, വളരെ മോശം പെനാൽറ്റി ആയിരുന്നു. സത്യം ഉള്ളത് പറയാലോ, വീക്ക് പെനാൽറ്റി ആയിരുന്നു. സെയിം ഏരിയയിലേക്ക് ഒബ്ലാക്ക് ചാടി, ഒബ്ലാക്കിന് ഒരു കയ്യും കിട്ടിയത് സംഭവം അത് തട്ടി മാറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷെ അത് വലയിലേക്ക് എങ്ങനെയോ കയറിപ്പോയി. അപ്പോൾ ആ രീതിയിൽ പിന്നെ റുഡിഗറിൻ്റെ ആ ഒരു ഓട്ടം ഉണ്ടല്ലോ, ആ ഒരു തനതായ റുഡിഗറിൻ്റെ ഓട്ടം, അതാണ് കിലിയൻ എംബാപ്പയും ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ നടത്തിയിരുന്നത്. ആ രീതിയിലുള്ള സെലിബ്രേഷനാണ് അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ഹൂലിയൻ അൽവാരസിൻ്റെ ആ ഒരു പെനാൽറ്റി ഡിസലോ ചെയ്തതിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സംഭവമാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ നമ്മളിത് മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ പ്രീമിയർ ലീഗിൽ ഇതിനു മുമ്പ് കണ്ടതായിട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. റിയാദ് മാറസിൻ്റെയും അതുപോലെ തന്നെ മിട്രോവിച്ചിൻ്റെയൊക്കെ പെനാൽറ്റികൾ ഈ രീതിയിൽ ഡിസലോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡബിൾ ടച്ച് അത് അലോ ചെയ്യുന്നൊരു സംഭവമല്ല ഫുട്ബോളിൽ പെനാൽറ്റി എടുക്കുന്ന സിനാരിയോയിൽ. പക്ഷേ ഇവിടെ ഹൂലിയൻ അൽവാരസ് അൺലക്കിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. വളരെ അൺലക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിങ് ഫുട്ടിൽ തട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് ഫുട്ടിൽ ജസ്റ്റ് ഉരസിപ്പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായുള്ള സംഭവം തന്നെയാണ് അദ്ദേഹം കിക്ക് എടുത്തപ്പോൾ. അത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത് മൾട്ടിപ്പിൾ റീപ്ലേസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ, സൂം ചെയ്ത് നോക്കിയപ്പോൾ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ഒരു ടച്ച്, മൈന്യൂട്ട് ടച്ചാണ്, പക്ഷേ ടച്ച് എന്നുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ യുവേഫ അത്ലറ്റിക് മാഡ്രിഡിന് കൊടുത്തിട്ടുണ്ട്, ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള റൂമറുകൾ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താണ്, ചിപ്പുണ്ട് ബോളിൽ, ആ ചിപ്പാണ് ഡിസൈഡ് ചെയ്യുന്നത്. അല്ല, അത് യുവേഫ ഡിനൈ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ചിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ക്ലിയർ ആയിട്ട് വീഡിയോ എവിഡൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ തീരുമാനമായ ഒരു സാഹചര്യം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഡബിൾ ടച്ച് അലോ ചെയ്യില്ല, അതൊരു റൂളാണ്. ആ റൂള് ഹാർഷാണ് ഈ ഒരു സിനാരിയോയിൽ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ അത് ഇൻറ്റൻഷനൽ ആയിട്ടുള്ള സംഭവമല്ല. അവിടെ ഒരു സ്ലിപ്പ് സംഭവിക്കുന്നു, അതിൽ തന്നെ ഒരു അഡ്വാൻറ്റേജ് കാര്യമായിട്ട് ഗെയിൻ ചെയ്തിട്ടില്ല. ആ രീതിയിൽ തന്നെയാണല്ലോ ഈ ഓഫ് സൈഡുകളും ചില സാധനങ്ങൾ വിളിക്കാറുള്ളത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ലെവൽ ഓഫ് സൈഡുകൾ വരെ വിളിക്കാറില്ല. അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടലുണ്ടോ? ഇല്ല. പക്ഷേ എന്താണ്, അത് റൂളാണ്. അതിപ്പോൾ മില്ലിമീറ്റേഴ്സ് ആണെങ്കിലും ഓഫ് സൈഡ് വിളിക്കും. അതേപോലെ ഇവിടെ ടച്ച് ഉണ്ട്. ആ ടച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ടച്ചാണ്. അത് നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു ടച്ച്. അതെന്താ സംബന്ധിച്ചാൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല ഹൂലിയൻ അൽവാരസിന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡിങ് ഫുട്ട്, ലെഫ്റ്റ് ഫുട്ട് ബോളിനടുത്ത് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ലിപ്പ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് അടിക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു സീറ്റാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് വല്ലാത്തൊരു ഷോട്ടാണ്. പക്ഷേ അങ്ങനെ ഡബിൾ ടച്ച് ആയിട്ട് പോലും ഒരു വല്ലാത്തൊരു ഷോട്ടാണ്. കോർട്ടർക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ് അവിടെ ഞാൻ പറഞ്ഞത്, അത്ലറ്റിക് മാഡ്രിഡ് സംബന്ധിച്ചിടത്തോളം പുറത്താകാൻ ഓരോരോ വഴികളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ അവിടെ ആ മൊമെൻറ്റ് കഴിഞ്ഞിട്ടും ലോറൻറ്റയ്ക്ക് മത്സരത്തിലേക്ക് അത്ലറ്റിക് മാഡ്രിഡിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പലരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇനി യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അവർ പറയുന്നുണ്ട്, എന്താണ്, IFABയുമായിട്ടും ഫിഫയുമായിട്ടും ചർച്ച ചെയ്തിട്ട് ഇൻറ്റൻഷനലും അൺഇൻറ്റൻഷനലുമായിട്ടുള്ള സംഭവങ്ങളെ
അത് ഏത് രീതിയിൽ നേരിടണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ റൂളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് തീരുമാനിക്കുന്നുള്ളത്. അപ്പോൾ അവിടെ അൺലക്കിയാണ് ഹുലിയൻ അൽവാരസ്. പക്ഷെ എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ. മാർജിൻ ഫോർ എറർ വളരെ വളരെ ചെറുതാണ്. ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആയിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ ക്ലോസ്ലി പിന്നെ കോൺടെസ്റ്റ് ചെയ്തിട്ടുള്ള മത്സരത്തിൽ പിന്നെ വിജയം നിർണ്ണയിക്കുക. അതാണ് സംഭവിച്ചത്. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ മത്സരത്തിൽ. കാരണം ഹുലിയൻ അൽവാരസ് ആ പെനാൽറ്റി അവിടെ അടിച്ചിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഒരു മെൻറ്റൽ അഡ്വാൻറ്റേജ് ഒരു പക്ഷേ അത്രയുമായിട്ട് കിട്ടിയാണ്, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ അതാണ് ഒരു മേജർ കോൺട്രവേഴ്സി ആയിട്ട് ഈ മത്സരത്തിലുണ്ടായിരുന്നത്. ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഡിയേഗോ സിമിയോണി മത്സരത്തിന് ശേഷം ജേർണലിസ്റ്റോട് ചോദിച്ചു അത് ഡബിൾ ടച്ച് ആണെന്ന് കണ്ടവർ കൈ പൊക്കുക എന്ന് പറഞ്ഞപ്പോൾ ആരും കൈയൊന്നും പൊക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അതിപ്പോൾ ഒരു ട്രോൾ സംഭവമൊക്കെ ആയിട്ട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡിയേഗോ സിമിയോണി ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ഭയങ്കര ഇഷ്ടമാണ്. വിഷമായി സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിനെ കരയൂ എന്നുള്ള രീതിയിൽ ആ ഒരു ടിപ്പിക്കൽ ഫാൻ ബോയ് പരിപാടികളായിട്ട് ആളുകൾ വന്ന് ഇങ്ങനെ പറയും, കരഞ്ഞു തീർക്കൂ, ക്രൈ മോർ എന്നുള്ള രീതിയിലൊക്കെ. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഐ ഹാവ് നോ ഇഷ്യൂസ്. പക്ഷേ എനിക്ക് ആ ഒരു അണ്ടർഡോഗ് സ്റ്റോറി ഇഷ്ടമാണ്. പക്ഷേ ഒബ്വിയസ്ലി റയൽ മാഡ്രിഡ് അതിന് സമ്മതിക്കണ്ടേ. എന്തായാലും അവിടെ അത് റൂളാണ്, പക്ഷെ അത് വളരെ ഹാർഷായിട്ടുള്ള റൂളായിട്ടാണ് എനിക്ക് തോന്നിയത്. റൂൾ തന്നെയാണ്, ഹാർഷായിട്ട് എനിക്ക് തോന്നി. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ രീതിയിൽ വേറെ അവിടെ വളരെ എന്താ പറയുക മൈക്രോ മാനേജ് ചെയ്യുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടു. പക്ഷേ അവിടെ ഒരു ഡബിൾ ടച്ച് ഉണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് റൂളാണ്. ആ റൂൾ പ്രകാരം അത് ഡിസോൾവ് ചെയ്യപ്പെട്ടു. അതൊരു റീടേക്ക് വേണോ എന്നുള്ളതൊക്കെ ഇനി ഭാവിയിൽ തീരുമാനിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ്. ഇപ്പോഴത്തെ സിനാരിയോയിൽ റീടേക്ക് അല്ല, ഗോൾ ഡിസോൾവ് ചെയ്യുന്നതാണ് റൂൾ. അതാണ് അവിടെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ പറഞ്ഞ പോലെ ജൂഡൊക്കെ ഒരുപാട് ജൂലുകൾ ഈ മത്സരത്തിൽ വിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് റേറ്റിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാനുള്ളത് ഈ മത്സരത്തിൽ. ഓൺ ദ ബോൾ കാര്യമായിട്ട് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം മത്സരം പുരോഗമിക്കുന്നതോറും ശ്രമിക്കുന്നുണ്ടായിരുന്നു. എംബാപ്പയെ കൂടുതലുള്ള പാസൊക്കെ, ആ പെനാൽറ്റി വിൻ ചെയ്തുള്ള പാസൊക്കെ നല്ല പാസ്സായിരുന്നുള്ള കാര്യം ഓർക്കാനാണ്. പിന്നെ ആ ഒരു പെനാൽറ്റി ഷൂട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് കാഴ്ചവരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോൺഫിഡൻറ്റ് പഞ്ച് ഈ മെട്രോപൊളിറ്റാനോയിലെ അമ്മാതിരി അറ്റ്മോസ്ഫിയറിൻ്റെ ഇടയിലും പതറാതെ ആ പെനാൽറ്റി എടുത്തതിനൊക്കെ ക്രെഡിറ്റ് തന്നെ കൊടുക്കണം. അത് റയൽ മാഡ്രിഡിൻ്റെ മെൻറ്റാലിറ്റിയാണ് അല്ലേ. എന്തായാലും ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ചെങ്ങയാണ്. ഈ മത്സരത്തിൽ 4 ഡ്രിബിളുകൾ. ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ളത് ചെങ്ങയാണ്, 10 എണ്ണം. ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ളത് ചെങ്ങയാണ്, 13 എണ്ണം. സെക്കൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് ലോങ് ബോളുകൾ ചെങ്ങയാണ് കൊടുത്തുള്ളത് 6 എണ്ണം. സെക്കൻഡ് മോസ്റ്റ് ടച്ചസ് ചെങ്ങായാണ് 119 ടച്ചസ്. തേർഡ് മോസ്റ്റ് ആക്യുറേറ്റ് പാസസ് 84. ഇത് മത്സരത്തിൽ 2 ടീമുകളുടെയും സ്റ്റാറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ്. അതാണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ സ്റ്റാറ്റ്സ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓൺ ദ ബോൾ അത്ര നല്ലൊരു ഗെയിം ആയിരുന്നില്ല, പക്ഷേ ഓഫ് ദ ബോൾ ആൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ പെർഫോമൻസ്. സബായിട്ട് വന്നുള്ള ഫ്രാൻ ഗാർസിയ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോ സംബന്ധിച്ചിടത്തോളം വിങ്ങർമാരുടെ ഒരു അഭാവമുണ്ട്. ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രിക്കി ആയിട്ടുള്ള വിങ്ങർമാരുടെ ഒരു അഭാവമുണ്ട്. ഇപ്പോൾ ജൂലിയാനോ സിമിയോണൊക്കെ ആ വിങ്ങിലൂടെ പായുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയുടെ ചെറിയൊരു കുറവുണ്ട്. ഒരു ഷോട്ടൊക്കെ അതേ അൺലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു വർക്ക് കോഴ്സുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ സിമിയോണി അതിന് ഏത് രീതിയിൽ നേരിടും എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും അവന്മാരുടെ ഈ വർക്ക് റേറ്റിനെയും അവന്മാരുടെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയെയും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോൾ ബാഴ്സലോണയുമായിട്ടാണ് അവരുടെ വീക്കെൻഡ് മത്സരമുള്ളത്. അപ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർ എത്രത്തോളം മെൻ്റലി പിന്നെ ഡ്രെയിൻഡ് ആയിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ഇത് ശരിക്കും അവരെ എന്താ പറയുക നല്ല രീതിയിൽ തളർത്തുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഒരുപാട് തവണ കണ്ടതാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഡിയേഗോ സിമിയോണി ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. സിമിയോണി ഈ ടീമിനെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കണ്ടറിയാം. ഇപ്പോഴും ലാലിഗയിൽ ഒരു ടൈറ്റിൽ റേസ് ഉണ്ട് അവരെ സംബന്ധിച്ചോളം. കോപ്പ ഡെൽ റേയിൽ ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവരെ അങ്ങോട്ട് മെൻ്റലി ഡൗൺ ആകാണ്ട് നോക്കേണ്ടത് സിമിയോണി തന്നെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഹൃദയം തകർത്തുകൊണ്ട് റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ആർസണലിനാണ് നേരിടാൻ പോകുന്നത്. മറ്റേ നമുക്ക് കാണാം. ഗുഡ് ബൈ.